എല്ലാവർക്കും നമസ്കാരം. ട്രിഗണോമെട്രിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയ ഓർമ്മയുണ്ടല്ലോ, രണ്ട് പ്രത്യേക തരം ട്രയാങ്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ് 45, 45, 90 ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ് 30, 60 ആൻഡ് 90 ഡിഗ്രി. അതിനെ തുടർന്നുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങിയാണ്. അതായത് ഈ വരച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ച 45, 45, 90 എന്ന റേഷ്യോ ഉള്ള ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് ആണ് അല്ലെ. അപ്പൊ അതില് ഈ സൈഡ് 1 ആണെങ്കിൽ ഇത് 1 ആയിരിക്കും, ഇത് √2 ആയിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചു. പൈതഗോറസ് തിയറത്തിൽ കൂടിയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഓർമ്മയുണ്ടല്ലോ, 1:1:√2 ബേസും ഓൾട്ടിറ്റ്യൂഡും 1 വീതമാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് √2 ആയിരിക്കും എന്ന് പഠിച്ചു. അപ്പൊ ഈ ട്രയാങ്കിളില് 1 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് √2 ആയിരിക്കും. ഇനി ഈ സൈഡ് 1 എന്നത് 2 ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കാന്നാ പറഞ്ഞത്? 45, 45, 90 ആയതുകൊണ്ട് ആ സൈഡ് 2 ആയാൽ ഇതും 2 ആകുമെന്നും ഇത് 2√2 ആകുമെന്നും പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ തന്നെ ഈ സൈഡ് 3 ആവുകയാണെങ്കിൽ പറഞ്ഞോളുക, ഈ സൈഡ് എത്രയാകും? 3 തന്നെയാകും. ഇനി ഈ സൈഡ് എന്ന് പറയാൻ കാരണം ഞാൻ എഴുതിയിരിക്കുന്ന ആംഗിൾസ് 45, 45 ആയതുകൊണ്ടാണ്, 90 ആയതുകൊണ്ടാണ്. ഇനി ഇത്തരം വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾസ് എല്ലാം നമുക്കറിയാം എന്താണ്? സിമിലർ ട്രയാങ്കിൾസും കൂടിയാണ് അല്ലെ. ട്രയാങ്കിൾസ് വിത്ത് സെയിം ആംഗിൾസ്, സെയിം ലെങ്ത് ഓഫ് സൈഡ്സ് അല്ല, അതിനെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്നൊക്കെ പറയും. നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. ട്രയാങ്കിൾസ് ഹാവിംഗ് സെയിം ആംഗിൾ, ഒരേ കോണളവുകളുള്ള ത്രികോണങ്ങളെ നമ്മൾ എന്താ വിളിച്ചത്? സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിച്ചു അല്ലെ. അപ്പൊ ഇവിടെ സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തുല്യ ത്രികോണങ്ങളല്ല, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് അല്ല, സിമിലർ ആണ്. ആയതുകൊണ്ട് ഈ റേഷ്യോ, വശങ്ങളുടെ റേഷ്യോ സെയിം ആയിരിക്കും. 1 ആണെങ്കിൽ ഇത് 2 ആവുന്നു, ഇവിടെ 2 ആവുന്നു. ഇവിടെ 3 ആവുന്നു, ഇവിടെ 3 ആവുന്നു. ഇവിടെ √2 ആവുന്നു, ഇവിടെ 2√2 ആവുന്നു. ഇവിടെ 3√2 ആവുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 എന്നത് 2 ആവുന്നത് മൾട്ടിപ്ലൈയിങ് ബൈ 2 ആണ്. 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 1 എന്നത് 2 ആയത്. ഇവിടെയും 1നെ സെയിം നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2 കൊണ്ട് ഹൈപ്പോട്ടന്യൂസിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തു പറ്റി? സെയിം റേഷ്യോയില് സൈഡ്സ് വ്യത്യാസം വന്നു. എപ്പോ? ആംഗിൾസിന് വ്യത്യാസമില്ലാത്തപ്പോൾ. ആംഗിൾസിന് വ്യത്യാസമില്ലാതിരുന്നത് കൊണ്ട് ട്രയാങ്കിൾസിന്റെ വലിപ്പം വ്യത്യാസം വന്നുവെങ്കിലും ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോ ഇത്തരം സിമിലർ ട്രയാങ്കിൾസില് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഈ 1 എന്നത് 3 ആവുന്നത് *3 ചെയ്യുമ്പോഴാണ്. അപ്പോ ആ ട്രയാങ്കിളിന്റെ അടുത്ത സൈഡും *3 ചെയ്ത് 1 എന്നത് 3 ആയി. ഇത് √2 എന്നുള്ളത് *3 ചെയ്ത് 3√2 ആയി. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ആ നമ്പറിനെ നമ്മൾ സ്കെയിൽ ഫാക്ടർ എന്ന് വിളിക്കും. ഇവിടെ 2 ആണ് സ്കെയിൽ ഫാക്ടർ ആദ്യത്തില്, രണ്ടാമത്തേതില് 3 ആണ്. അപ്പൊ ഈ ട്രയാങ്കിളില് നമുക്ക് ഈ എം എന്ന് പറയുന്ന ഒരു ആംഗിൾ ഒന്ന് കൺസിഡർ ആംഗിൾ എം എന്ന ആംഗിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിനെ ഈ അടുത്ത് കിടക്കുന്ന അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/1 അല്ലേ ആണ്. ഇനി ഈ രണ്ടാമത്തെ ട്രയാങ്കിളിലോ PBQ എന്ന ട്രയാങ്കിളിലും ഈ 45 ഡിഗ്രി Q എന്ന ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2 സെന്റിമീറ്റർ ആണ്, അഡ്ജസന്റ് കിടക്കുന്നതും 2 സെന്റിമീറ്റർ ആണ്. 2/2 ചെയ്താലും 1 തന്നെ. അതുപോലെ ആംഗിൾ C കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ABCയിൽ C കൺസിഡർ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ ലെങ്ത് 3, അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന സൈഡിന്റെ ലെങ്ത് 3, ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/3, അതും 1 തന്നെ. കണ്ടോ? അതാണ് സെയിം റേഷ്യോ ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് √2 ഡിവൈഡഡ് ബൈ ഈ എമ്മിന്റെ അടുത്തുള്ള സൈഡ് 1, √2/1. കണ്ടോ? ഇനി രണ്ടാമത്തെ ട്രയാങ്കിളില് PBQയില് ഹൈപ്പോട്ടന്യൂസ് 2√2നെ 2√2 ഡിവൈഡഡ് ബൈ ഈ അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന, അപ്പൊ 2 ആണ്. ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? √2 തന്നെ. തേർഡിലും 3√2/3 ചെയ്താലും 3√2/3 ചെയ്താലും √2 തന്നെ. കണ്ടോ? അപ്പൊ അവിടെ റേഷ്യോയ്ക്ക് സെയിം റേഷ്യോയിലാണ് അത് മാറുന്നത്. അതുകൊണ്ട് ഈ ഡിവിഷൻ ഈ സൈഡിനെ ഈ സൈഡ് കൊണ്ടും
ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലൊന്നും വ്യത്യാസം വരുന്നില്ല. ഈ കാര്യം ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് തുടർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വിശദമാവും മനസ്സിലാവും കേട്ടോ. ഇനി ഇതിൽ വീണ്ടും ഈ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചാണ് 30, 60, 90 ഡിഗ്രി. അതിൽ നമ്മൾ പറഞ്ഞു 1:√3:2. അത് പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ പ്രൂവ് ചെയ്താണ്. അപ്പൊ ഇതിലെ ഈ സൈഡ് PBQ എന്ന് പറയുന്ന സൈഡ് 2 ആവുകയാണെങ്കിൽ നമ്മുടെ ഇതെത്രയായിട്ട് മാറും? BQ. PBയുടെ ലെങ്ത് 2 ആവുകയാണെങ്കിൽ BQ എത്രയാവും? നമ്മൾ ഇത് √3 ആയിരുന്നു, 2√3 ആവുമെന്ന് പറഞ്ഞു. നമ്മൾ ടേബിൾ വരച്ച് കണ്ടുപിടിച്ചാണ്. ഇത് 2 ആണെങ്കിൽ ഇത് എത്രയാവും എന്ന് പറഞ്ഞു? 4 എന്ന് പറഞ്ഞു അല്ലെ. 1:√3:2 എന്നുള്ളത് ഇത് 2 ആണെങ്കിൽ ഇത് 4 ആകും, ഇത് 2√3 ആകും എന്ന് പറഞ്ഞ് നമ്മൾ ടേബിൾ വരച്ചില്ലേ? ആ കാര്യം തന്നെയാ പറയും കണ്ടോ. ഇത് 4 ആകും. ഇനി ഈ ലെങ്ത് 3 ആകുകയാണെങ്കിൽ ഈ ലെങ്ത് എത്രയാവും? 3√3 ആകും. ഈ ലെങ്ത് എത്രയാവും? 6 ആവും കണ്ടോ. അത് നമ്മൾ ടേബിൾ വരച്ച് ചെയ്താണ്. ഇനി ഇവിടെയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സിമിലർ ട്രയാങ്കിൾസ് sides increasing in the same ratio or decreasing in the same ratio. ആ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു സൈഡ് ഡിവൈഡഡ് ബൈ മറ്റൊരു സൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ, കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതിന്റെ അടുത്ത ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും. ഇപ്പോ ഇവിടെ 1/√3 ആണ്. ഈ PBQ എന്ന് പറയുന്ന ട്രയാങ്കിളില് 2/2√3 ആണ് കണ്ടോ. 1/√3 ആയിരുന്നു ആദ്യത്തേല്, രണ്ടാമത്തേല് 2/2√3 ആണ്, മൂന്നാമത്തേല് 3/3√3 ആണ്. എല്ലാം 1/√3 എന്നായിരിക്കും കണ്ടോ. മനസ്സിലായല്ലോ. അപ്പോ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ട്രയാങ്കിൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ആംഗിൾ കൺസിഡർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഡിവൈഡഡ് ബൈ മറ്റേ സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഒരു സൈഡ് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള മറ്റേ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോയും, മറ്റൊരു ട്രയാങ്കിൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിന്റെ റേഷ്യോയും ഇവിടെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ അവിടെ ഡിവൈഡ് ചെയ്താലും ആൻസേഴ്സ് സെയിം ആയിരിക്കും. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ചെറിയ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തടുത്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾസ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. നമുക്ക് അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ പറയാം. ഒരു ഉദാഹരണത്തിന് ഒരു ട്രയാങ്കിൾ ഇത്രയേ ഉള്ളൂ, ഒരു ട്രയാങ്കിൾ ഇത്രയേ ഉള്ളൂ. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഇത് 20 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? 20, 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലെ. നമ്മൾ കൈകൊണ്ട് വരച്ചെടുത്ത് ഒരു വരച്ച പേപ്പറിൽ വരച്ച ഒരു ട്രയാങ്കിൾ. ഇനി മറ്റൊന്ന് പറയുകയാണ്, ഒരു ഫ്ലാഗ് പോസ്റ്റ്, ഒരു വലിയ കൊടിമരം, ഒരു ഫ്ലാഗ് പോസ്റ്റ്, അതിന്റെ ചുവട്ടിൽ നിന്നും കുറെ ദൂരെ ഉള്ള ഒരു പോയിന്റ്, ഒരു ഫ്ലാഗ് പോസ്റ്റ്, അതിന്റെ ചുവട്ടിൽ നിന്നും കുറെ ദൂരെയുള്ള ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ഒരു ചരട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പോ ഈ ആംഗിള് 20 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും കണ്ടോ. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഒന്ന് വളരെ ചെറിയൊരു ട്രയാങ്കിൾ, ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലുതായി വലിയൊരു ട്രയാങ്കിൾ. അപ്പോഴും രണ്ടിന്റെയും ആംഗിൾസ് സെയിം അല്ലേ? പക്ഷേ ഈ ഡിസ്റ്റൻസ് ഇതിപ്പോ 1 സെന്റിമീറ്റർ ആയിരിക്കാം. നമ്മൾ ചിത്രത്തിൽ വരച്ചപ്പോ കുഞ്ഞ് 1 സെന്റിമീറ്റർ, ഇത് ഒരു 6 മീറ്റർ ആയിരിക്കാം. ഹൈറ്റ് ഓഫ് എ ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറയുന്നത്, കൊടിമരത്തിന്റെ ഉയരം. അപ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഏത് അളവ്, വശങ്ങളുടെ നീളങ്ങളുടെ അളവുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ 20 ഡിഗ്രി 70 ഡിഗ്രി, ഇവിടെയും 20 70 ആണ് എങ്കിൽ ഈ നമ്പർ ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണോ അത്, ഇവിടെ എത്ര എക്സ് എന്ന് എഴുതുക. ഇപ്പൊ 1/x ചെയ്താൽ കിട്ടുന്ന ആൻസറും 6/6 ഇവിടെ ചെയ്യുന്ന ആൻസർ, ഇത് y ആണെങ്കിൽ 6/y സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. 1/x ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഈ ആംഗിളിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും, ഇത് 20 ആണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ്, ആംഗിൾസ് വിത്ത് 20, 70, 90 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എത്ര 40, 50, 90 സെയിം ആംഗിൾസ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഇതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം പ്രോബ്ലംസ്, അത്തരം ട്രയാങ്കിൾസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പോൾ പറഞ്ഞ കാര്യവും
അടുത്ത പറയുന്ന ഒരു കാര്യം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇനി ഉള്ള ട്രയാങ്കിൾസിന്റെ ഈ സാധനം എന്ത് ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയാം. അപ്പൊ എന്താണ് അതും കൂടെ പറയുകയാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി, മറ്റേ ആംഗിൾസ് എത്രയെങ്കിലും ആയിക്കോട്ടെ. അതിനെ നമ്മൾ ആംഗിൾ സി എന്ന് പറയാം. നമ്മൾ ചുരുക്കി ഇങ്ങനെ ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും, തീറ്റ എന്ന് വായിക്കും, തീറ്റ. അപ്പോ ഈ ആംഗിളും പിന്നെ എത്രയോ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ, കൺസിഡറിങ് ദിസ് ആംഗിൾ സി കൺസിഡർ ചെയ്യുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വശത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ എന്ത് എതിർവശം. ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം. ഇതിന് അടുത്ത് കിടക്കുന്ന സൈഡിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് വെച്ചാൽ എന്താ? സമീപത്തുള്ള വശം, സമീപവശം. പിന്നെ ഇതെന്താണ്? 90 ഓപ്പോസിറ്റ് ഉള്ളതിന് മാറ്റമില്ല. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മലയാളത്തില് കർണം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ വശങ്ങളെ നമ്മൾ ഏത് ആംഗിൾ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ആംഗിളിനെ വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എന്നും, ഈ ആംഗിളിന് അടുത്തുള്ളതിനെ അഡ്ജസന്റ് സൈഡ് എന്നും, 90 ഓപ്പോസിറ്റ് ഉള്ളതിനെ ഹൈപ്പോട്ടന്യൂസ് എന്നും വിളിക്കുന്നു. അപ്പോ ഏതാണ് കൺസിഡർ ചെയ്തത്? ആംഗിൾ സി. ആംഗിൾ എ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ബി സി. കേട്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആവും. അപ്പോൾ സമീപവശവും എതിർവശവും സെയിം അല്ല. നമ്മളൊരു ആംഗിൾ കൺസിഡർ ചെയ്യണം. ഒരു ആംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും പറയാൻ. ഹൈപ്പോട്ടന്യൂസിന് മാറ്റമില്ല. അപ്പൊ ഈ ആംഗിൾ ആണ്, ഇഫ് വി ആർ കൺസിഡറിങ് ആംഗിൾ എ, ദിസ് എ ബി ഈസ് ദ അഡ്ജസന്റ് സൈഡ് ആൻഡ് ബി സി ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് എ സി ഈസ് ദി ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായല്ലോ? അപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ട്രയാങ്കിൾസ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആംഗിൾസ് സെയിം ആണെങ്കിൽ അഥവാ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ വശങ്ങൾ, കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോയ്ക്ക് മാറ്റമില്ല. ഒന്ന്. രണ്ടുതരം ട്രയാങ്കിൾസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചത്. ആംഗിൾസ് 45-45, 90യും 30-60, 90യും. പക്ഷേ ഇനി ഈ ആംഗിൾസ് മാത്രമല്ല, മറ്റ് ആംഗിൾസും വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അടുത്ത കാര്യം പഠിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം എന്താണ്? ട്രയാങ്കിൾ ഒന്ന് പറഞ്ഞു, റേഷ്യോയിൽ മാറ്റമില്ല. രണ്ടാമത്തത്, if we are considering angle C in triangle ABC with angle B 90 degree, if we are considering angle C, then the opposite side AB, that is called opposite side, and the side adjacent to this angle C adjacent ആയിട്ടുള്ള this angle, അതിനെ BC നെ adjacent side ആയിട്ടുള്ള സൈഡിനെ adjacent side എന്നും 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് എന്നും വിളിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ റേഷ്യോസ് ഉണ്ടല്ലോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിന് വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇത് ബൈ ഇത് ചെയ്താൽ കിട്ടുന്നതും വലിയ ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് ബൈ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും എന്ന് പറയും. അതിനൊക്കെ ഓരോ പേരുണ്ട്. ആ പേരാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് triangles with the same angles but of different size, means with a different length of sides, then the ratio between the corresponding sides are same. അതിനെ വിളിക്കുന്ന പേരാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മുടെ ട്രയാങ്കിളില് ഇപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി വിത്ത് ആംഗിൾ സി ഈസ് തീറ്റ. Considering this angle theta, this AB side, AB is the opposite side and BC is the adjacent side, AC is the hypotenuse. Then another triangle is drawn with the same angles, angle C theta and angle B 90. Then the remaining angle A will be the same. But size is different. Length of sides are different. അങ്ങനെ വരുന്ന ട്രയാങ്കിൾസില് the corresponding sides in the ratio that
ട്രയാങ്കിളിന്റെ ബേസ്, ആ ട്രയാങ്കിളിന്റെ ബേസ് ഡിവൈഡഡ് ബൈ ദിസ് ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് ഡിവൈഡ് ബൈ ദിസ്, അത് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും ആ വലിയ ട്രയാങ്കിളിന്റെയും തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ചെയ്താൽ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഈ ചെറിയ ട്രയാങ്കിളിന്റെ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുമോ അത് തന്നെ കിട്ടും ആ വലിയ ട്രയാങ്കിളിന്റെയും ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. അതിനെയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് വിളിക്കുന്നത്. നോക്കുക, ആദ്യത്തെ റേഷ്യോ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. സെക്കൻഡ് കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ സമീപവശം ബൈ കർണം. തേർഡ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം. ഇനി ഇതിന്റെ റെസിപ്രോക്കൽസ് ഉണ്ട്, അതായത് കൊസീക്ക്, സീക്ക്, കോട്ട്. നമുക്ക് ബേസിക് ആയിട്ട് ഈ വർഷം ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം, നല്ല തറമായിട്ട് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആൻഡ് ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ കാര്യങ്ങൾ, ഈ റേഷ്യോ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ തുടർന്ന് വരുന്ന കുറെ പ്രോബ്ലംസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാമേ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലംസിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ചോദ്യം എഴുതാം. The lengths of two sides of a triangle are 8 cm and 10 cm, and angle between them is 40 degree. Calculate its area. What is the area of the triangle with the sides of the same length but angle between them is 140 degree, given sin 40 is equal to 0.6428. ചോദ്യം മനസ്സിലായല്ലോ? ഒരു ട്രയാങ്കിൾ വിത്ത് two adjacent sides 8 cm and 10 cm and angle between them is 40 degree. അപ്പൊ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഫിഗർ വരച്ചുണ്ടാക്കണം. പക്ഷേ ആ ചിത്രത്തോട്, ആ ചോദ്യത്തോട് നീതി പുലർത്തണം. അതായത് ആ ചോദ്യത്തിന് അനുസരിച്ചുള്ള ഒരു ചിത്രമായിരിക്കണം വരയ്ക്കേണ്ടത്. 40 ഡിഗ്രി ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു 90 ഡിഗ്രിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആയിട്ടുള്ള വരച്ചു വെച്ചാൽ നമ്മുടെ പ്രോബ്ലവുമായിട്ട് മാച്ച് ആകാതെ വരും, ചിലപ്പോൾ ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഏകദേശം കറക്റ്റ് അല്ല എങ്കിലും ആ ചോദ്യത്തോട് അല്പം നീതി പുലർത്തുന്നതായിട്ടുള്ള ഒരു ചിത്രമായിരിക്കണം. അതായത് ഇവിടെ 2 സൈഡ്സ് ആർ AB ആൻഡ് BC ആർ 8 ആൻഡ് 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ അല്പം വലുതായിരിക്കണം ഇത്, അല്ലെ? ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്, അല്ലാതെ 90 ആയിട്ടോ ഇങ്ങോട്ടോ തിരിച്ചു വരയ്ക്കരുതെന്ന് അർത്ഥം. എങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ കുറച്ച് എളുപ്പമായിരിക്കും. ആ കാര്യം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണേ. നിങ്ങൾ ചോദ്യത്തിൽ ഫിഗർ ഇല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ എന്നാണ് ചോദ്യം. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഈ ഹാഫ് BH. ഹാഫ് BH എന്ന് പറയുമ്പോൾ ബേസ് വേണം, ഹൈറ്റ് വേണം, അല്ലെ? അപ്പോ നമ്മുടെ ഫിഗറിൽ തന്നിരിക്കുന്ന ചിത്രത്തില് അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തില് ബേസ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റും കൂടെ കണ്ടുപിടിക്കണം. എങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ബേസ് 10 ആണ്, ഹൈറ്റ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ട്രിഗണോമെട്രിയിൽ ആദ്യത്തെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി ഹൈറ്റ് വരയ്ക്കാൻ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പൊ നമുക്കിവിടെ ഒരു കിട്ടി? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ BPA. കണ്ടോ? ഈ BPA എന്ന് പറയുന്ന ഈ ട്രയാങ്കിളില് കൺസിഡർ ചെയ്യേണ്ട ആംഗിൾ ഏതാണ്? നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ, അതായത് B എന്ന ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കൊണ്ട് കൺസിഡർ ആംഗിൾ B. Considering angle B, which is the opposite side, which is the adjacent side, and which is the hypotenuse. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കേട്ടല്ലോ. അപ്പൊ നമ്മൾ തൽക്കാലം നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്ത് ചെയ്യാം. ഈ ട്രയാങ്കിളില് ഈ APB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ കൺസിഡറിങ് ആംഗിൾ B കൺസിഡർ ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ഇതല്ലേ? ഇതാണ് അഡ്ജസന്റ് സൈഡ്. ഏത്? AP is the adjacent side and
BP is the adjacent side and AP is the opposite side. And AB is the hypotenuse. അപ്പോൾ നമുക്ക് ഈ 10 സെന്റിമീറ്റർ BP എടുക്കാൻ പാടില്ല. BP എന്ന് പറയുന്ന സൈഡ് ലെങ്ത് നമുക്ക് അറിയത്തില്ല. നമുക്ക് ആ BP യുടെ ലെങ്ത് അറിയില്ല. 10 എന്ന് പറയുന്ന BC ആയിരുന്നു. ബേസ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് വാസ് 10 സെന്റിമീറ്റർ. കണ്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാം. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇൻ ട്രയാങ്കിൾ BPA വിത്ത് ആംഗിൾ P is equal to 90 degree and angle B is equal to 40 degree. This is the adjacent side and this is the hypotenuse. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് ഹൈറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഇതിൽ ഏതാണ് ഹൈറ്റ്? 40യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന AP ആണ് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. കണ്ടോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കണം, ചിന്തിക്കേണ്ടത് തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏതു വശം കാണണം, ഏതു വശം അറിയാം. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ചിന്തിക്കേണ്ട എങ്ങനെ? ഇനി എല്ലാ പ്രോബ്ലവും ചിന്തിക്കേണ്ട അങ്ങനെ കേട്ടോ. നിങ്ങൾ കാണാതെ മനസ്സിൽ ഇങ്ങനെ പഠിച്ചു വെക്കണം. എന്ത്? തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏതു വശം അറിയാം, ഏതു വശം കാണണം. തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏത് സൈഡ് അറിയാം, ഏത് സൈഡ് കാണണം. കേട്ടോ. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മുടെ ചോദ്യത്തില് തന്നിരിക്കുന്ന ആംഗിൾ ഏത്? ബി എന്ന ആംഗിൾ. ബി എന്ന ആംഗിളിന്റെ ഏത് സൈഡ് അറിയാം? ഹൈപ്പോടെന്യൂസ് അറിയാം. ഏത് സൈഡ് കാണണം? ഓപ്പോസിറ്റ് സൈഡ് കാണണം. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താണ്? തന്നിരിക്കുന്ന ആംഗിളിന്റെ ഹൈപ്പോടെന്യൂസ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഈ അഡ്ജസന്റ് സൈഡ് നമുക്കിപ്പോൾ ആവശ്യമില്ല, അല്ലെ? ഇതിന് ആവശ്യമുണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏത് സൈഡ് അറിയാം, ഏത് സൈഡ് കാണണം. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വേണം ഈ ചിത്രത്തിലേക്ക് നോക്കാൻ. തന്നിരിക്കുന്ന ആംഗിളിന്റെ ഹൈപ്പോടെന്യൂസ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കാണണം. അപ്പോ ഹൈപ്പോടെന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ്, ഇത് രണ്ടും കൂടി ചേർന്നുള്ള റേഷ്യോ ഏതാണ്? റേഷ്യോ, ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് നമ്മൾ സൈൻ എഴുതി, കോസ് എഴുതി, ടാൻ എഴുതി. ഇതിലേതാണ് ഹൈപ്പോടെന്യൂസും ഓപ്പോസിറ്റ് സൈഡും വരുന്നത്? യെസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്താണ്? സൈൻ. ശരി. അപ്പൊ നമ്മൾ എഴുതേണ്ടത് സൈൻ ബി ഇസ് ഈക്വൽ ടു, സൈൻ ബി ഇസ് ഈക്വൽ ടു, സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് എഴുതുക. കണ്ടോ? എന്താ എഴുതേണ്ടത്? സൈൻ ബി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് എഴുതാം. ഇനി സൈൻ ബിക്ക് പകരം ബി എത്രയാണ്? 40 എന്ന് എഴുതുക. ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AP ആണ്. ബൈ ഹൈപ്പോടെന്യൂസ് ഏതാണ്? ഹൈപ്പോടെന്യൂസ് BA അല്ലെങ്കിൽ AB എന്ന് എഴുതുക. കേട്ടോ. ദെൻ നെക്സ്റ്റ് ഗിവ് ദ വാല്യൂസ് ഓഫ് സൈൻ 40. സൈൻ 40യുടെ വാല്യൂ തന്നിട്ടുണ്ട്. 0.6428 ഈസ് ഈക്വൽ ടു AP. AP അറിയില്ല. AP തന്നെ അറിയില്ല. ബൈ ABയുടെ ലെങ്ത് AB 8 സെന്റിമീറ്റർ. കണ്ടോ? AB 8 സെന്റിമീറ്റർ. അപ്പോൾ ബൈ 1 ഇട്ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. Therefore 1 into AP, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് AP കാണാം. 1 into AP is equal to, AP എത്ര? 8 into, AP is equal to 8 into 0.6428 is equal to, ഈ 8നെ 0.6428 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.14 കിട്ടുന്നു. 5.14 കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്റ്റെപ്പുകളും നിങ്ങൾ മറക്കരുത്. അപ്പൊ ആദ്യം മറക്കരുത് എന്ന് പറഞ്ഞ കാര്യം, ഒരു ട്രയാങ്കിളില് തന്നു കഴിഞ്ഞാൽ, റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ആംഗിൾ അറിയാം, തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏത് സൈഡ് അറിയാം, ഏത് സൈഡ് കാണണം, ഓപ്പോസിറ്റ് സൈഡ് ആണോ, ഹൈപ്പോടെന്യൂസ് ആണോ, അഡ്ജസ്റ്റന്റ് സൈഡ് ആണോ എന്നർത്ഥം. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള റേഷ്യോ, അപ്പൊ സൈനോ കോസോ ടാനോ ഏതാന്ന് വെച്ചാൽ റേഷ്യോ ഇല്ല. ഇപ്പൊ ഞാനിവിടെ ഓപ്പോസിറ്റ് സൈഡ് കാണണം, ഹൈപ്പോടെന്യൂസ് അറിയാം എന്നുള്ളതുകൊണ്ട് സൈൻ എഴുതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സൈൻ ബി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് എഴുതുക. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തെറ്റില്ല, പിന്നീട് വരുമ്പോഴും തെറ്റില്ല. പിന്നെ ബിക്ക് വരും വാല്യൂ സൈൻ 40 എന്ന് എഴുതി. ബിയുടെ വാല്യൂ 40 ഡിഗ്രി, ബിയുടെ വാല്യൂ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു OS എന്ന് പറയുന്നത് AP ആണ് ബൈ AB എന്ന് എഴുതി. AP ബൈ AB. Then again giving the value of sin 40 0.6428 is equal to AP, unknown value ആണ് AP തന്നെ, ബൈ AB യുടെ വാല്യൂ 8 എന്ന് എഴുതി. കണ്ടോ? ഇത് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AP is equal to 8 into 0.6428 എന്നുള്ളത് 5.14 എന്ന് കിട്ടി.
5.14. പിന്നെ എന്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു, 2 ഡിജിറ്റിന് ചെയ്യുകയാണ്. 5.14 ഏത് AP കിട്ടിയത്. ഇനി therefore എന്താ നമ്മുടെ ചോദ്യം, എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഹാഫ് BH ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തില് ബേസ് എത്ര? BC എത്രയായിരുന്നു? 10 ആയിരുന്നു. ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ് ഇൻറ്റു H ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 5.14. കണ്ടോ, ഹൈറ്റ് എന്ന് പറഞ്ഞ ഇതാണ് പട്ടത്രികോണത്തിന്റെ ഉയരം ഈ ഇവിടെ കിട്ടിയത്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. 5.14 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 10 × 5.14 ചെയ്താൽ 51.4 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ 25.7 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 25.7 സ്ക്വയർ സെന്റിമീറ്റർ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിലെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബട്ട് ആംഗിൾ ബിറ്റ്വീൻ ദം 140 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ, ടു അഡ്ജസന്റ് സൈഡ്സ് 8 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140 ഡിഗ്രി. അപ്പൊ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അത് ഒരു യോജിച്ച വിധത്തിലുള്ള ചിത്രമായിരിക്കണം വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ 140 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എപ്പോഴും വിരിവ് കൂടുതലുള്ള, 90യേക്കാൾ കൂടുതലുള്ള ഒരു ട്രയാങ്കിള് ആയിരിക്കണം വരയ്ക്കേണ്ടത്. ആംഗിൾ 90 അല്ല, 90യേക്കാൾ വലുത്. അപ്പൊ 40 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ചരിച്ചു വരച്ചു, 140 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചരിച്ചു വരക്കണം എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഈ ട്രയാങ്കിളിന്റെയും ഏരിയ കാണണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഹാഫ് BH നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ ബേസ് അറിയാം, ബേസ് 10 ആണ്. പക്ഷെ ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് വേർട്ടെക്സ് ടു ദി ബേസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഓപ്പോസിറ്റ് വേർട്ടെക്സ് ടു ദി ബേസ്. ഇവിടെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ഇതാണ്. അവിടെ നിന്ന് ബേസിലേക്ക് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അല്ലെ? അപ്പൊ ഈ ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടെന്ന് ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്താൽ, ട്രയാങ്കിളിന്റെ കാര്യം അതാ, ഇതൊക്കെ പഴയ കാര്യം കേട്ടോ, നമുക്കറിയാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇത് തന്നെ, ബേസിന് മാറ്റമില്ല, ഇത് തന്നെ ബേസ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ചരിച്ചല്ലോ പെർപെൻഡിക്കുലർ. അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് എന്ത്? ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ അല്ല, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ, ഏത്? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ബേസ് വേണം, BC ആണ് ബേസ്. ഹൈറ്റ് വേണം, ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് ഹൈറ്റ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് ഇത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ട്രയാങ്കിൾ APB എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് 140 ആണെങ്കിൽ ഇത് എത്ര? 180 മൈനസ് 140, 40 ഡിഗ്രി വന്നു. ചിന്തിക്കേണ്ടത് എന്താണ്? ഏത് ആംഗിൾ അറിയാം? ആംഗിൾ B അറിയാം. ഏതില്? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ആണ്, നമ്മൾ പ്രോബ്ലം എല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഹൈപ്പോട്ടന്യൂസ് അറിയാം. മനസ്സിലായല്ലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ആംഗിൾ 40 ഡിഗ്രി. 40 എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാലോ. 180 മൈനസ് 140 ചെയ്തപ്പോൾ കിട്ടിയ 40. ഈ ട്രയാങ്കിളില് തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഏതാണ് റേഷ്യോ? റേഷ്യോ ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താണ്? സൈൻ. വീണ്ടും ഇവിടെ നമ്മൾ എഴുതിയാണ് സൈൻ B is equal to opposite side by hypotenuse. സൈൻ B എന്ന് വെച്ചാൽ സൈൻ ഇവിടെ B 40 തന്നെ is equal to opposite side എന്ന് പറഞ്ഞാൽ AP by hypotenuse എന്ന് പറയുന്നത് AB. സൈൻ 40യുടെ വാല്യൂ എഴുതുകയാണ് 0.6428 is equal to AP അറിയില്ല, ഹൈറ്റ് ആണ്. AP ഡിവൈഡഡ് ബൈ AB ഇവിടെ 8 സെന്റിമീറ്റർ ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ വന്നു അല്ലെ. 1 into AP is equal to 8 into, കണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 8 into 0.6428 which is equal to, നമ്മൾ നേരത്തെ ചെയ്ത ആൻസർ തന്നെയാണ് ഇവിടെയും 5.14 എന്ന് കിട്ടി. Therefore ഇത് കഴിഞ്ഞ് എന്ത് എഴുതി? അവിടെ എഴുതിയത് നമ്മൾ ഏരിയ കണ്ടു. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH ആണ്. ഹാഫ് BH എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ്. നമ്മുടെ ട്രയാങ്കിൾ ഇതാണ്, ഏരിയ കണ്ട ട്രയാങ്കിൾ ഇതാണ്, അതിന്റെ ബേസ് 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞ ഇതാ. കണ്ടോ, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എത്ര? 5.14. ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു B ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH ചെയ്തപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5.14 നേരത്തെ ചെയ്തപ്പോഴും 25.7 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടി. മനസ്സിലായല്ലോ.
അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ചെയ്തു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതെന്ന് കാണുക. ഇനിയുള്ള പ്രോബ്ലംസും ഇതിനെ അടിസ്ഥാനമാക്കി ഇങ്ങനെ ഇത്തിരി ലെവൽ കൂടി വരുന്നതാണ്. ഓക്കെ.